UK ബഡീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ല എനർജറ്റിക് കേട്ടോ ഞങ്ങള്. കാരണം കഴിഞ്ഞ എപ്പിസോഡില്ലേ നമ്മുടെ പള്ളിയുടെ അല്ലെ ചർച്ചിന്റെ അത് കണ്ട അതൊക്കെ വളരെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മള് നേരത്തെ പോലെ തന്നെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇതിൽ പ്ലാൻ ചെയ്യുന്നത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മൾ റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. വ്യത്യസ്തമായ രീതി അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള രീതി. പക്ഷെ നമുക്ക് റോഡിലൂടെ പോകുന്ന നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് വരുന്ന ട്രാമാണ്. അതായത് ട്രാമിനുള്ളിലൂടെയുള്ള ട്രാം ലൈനിനുള്ളിലൂടെയുള്ള ഒരു യാത്ര. മലയാളികൾ അത് കാണിച്ചിട്ടില്ലെന്നോ? അത് എനിക്ക് അറിയില്ല, അധികം കണ്ടു കാണാൻ ചാൻസ് ഇല്ല. അതായത് നമ്മളിപ്പോ റോഡിൽ പോകുന്നു, റോഡിൽ സാധാരണ വരുന്നത് എന്തൊക്കെയാണ്? നമുക്ക് കാറ് വരും അല്ലെ, ബൈക്ക് ഉണ്ടാവും, അപ്പൊ ലോറി വരും. അപ്പൊ ഇത്തരം സാധനങ്ങൾ മാത്രമാണ് നമുക്ക് റോഡിലൂടെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രാമാണ്. അതായത് മിനി ട്രെയിനാണ്. നമ്മുടെ UK സമയത്തുള്ള ട്രാം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ചെറിയ ചെറിയ ട്രാം സ്റ്റേഷൻസ് ഒരുപാട്. അപ്പോൾ നമ്മുടെ ട്രാമിലൂടെയുള്ള ഒരു യാത്രയാണ്. ട്രാമിനിടയിലൂടെയുള്ള ഒരു യാത്ര. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതും നമ്മൾ അതിന് സിഗ്നലൊക്കെ വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ അപകടം ചെയ്യും. അപ്പൊ നമ്മൾ ട്രാമിനുള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്, ഒരു അഡ്വഞ്ചറസ് ജേണിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇവിടെ തൊട്ട് ട്രാമിന്റെ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്, ആ കാർ പോകുന്നതൊക്കെ ട്രാമിന്റെ ട്രാക്കിലാണ് ഈ കാർ പോകുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടല്ലേ? നമ്മൾ അടുത്ത ട്രാക്കിലൂടെ നമുക്ക് പോകേണ്ടി വരും. ഇത് വലിയൊരു സംഭവമാണിത്. ഈ വാൻ പോകുന്നത് ഇത് ട്രാമിന്റെ ട്രാക്കിൽ കൂടിയാണ്. അത് ട്രാമ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ കാറിൽ ഇരിക്കുന്നതുകൊണ്ട് ഇത് ട്രാമിന്റെ ട്രാക്കിലേക്ക്. Please keep to the right in 300 yards towards Mosborough, then turn half right. ഇത് ആക്ച്വലി നമ്മളിപ്പോ നിൽക്കുന്നത് ട്രാമിന്റെ ട്രാക്കിലാണ്. ട്രെയിനാണ്, ഒരു ചെറിയ ആംബുലൻസ് വരുന്നത്. പോയി ഇതുണ്ടോ, ട്രാമിന്റെ ട്രാക്കിലാണ് നമ്മളിപ്പോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ആക്ച്വലി ട്രാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ട്രാം സ്റ്റേഷന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പുറകിൽ കൂടെ ട്രാം വരുമോ? നമ്മുടെ പുറകിൽ കൂടെ വരത്തില്ല, ചിലപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ നമുക്ക് വരാം. അത് സിഗ്നൽ അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പൊ ഒരു സിഗ്നൽ കഴിയുമ്പോൾ നമുക്കിപ്പോ പോകുന്നത് വണ്ടിയല്ല, കാർ അല്ലെങ്കിൽ ബസ് ആയിരിക്കും പോകുന്നത് അല്ലെ, ലോറീസ് ആയിരിക്കും പോകുന്നത്. ഇനി വരാൻ പോകുന്ന ട്രാം ആയിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണാം. ഇനി നമ്മൾ എക്സാക്ട്ലി നമ്മൾ പോകുന്നത് ട്രാമിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ട്രാം വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മാറ്റേണ്ടി വരുമോ? അതായത് ട്രാം ഒരിക്കലും നമ്മുടെ വണ്ടിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല. അതായത് ഈ ട്രാം ട്രാക്കിലേക്കാണ് പോകണമെങ്കിലും ഇപ്പൊ സിഗ്നൽ നമുക്ക് വണ്ടിക്കുള്ള സിഗ്നലാണ്, കാറിനും ബസ്സിനുള്ള ലോറിക്ക് ഉള്ള സിഗ്നലാണ് ഇപ്പൊ ഉള്ളത്. ഈ സിഗ്നൽ ഔട്ടായി കഴിഞ്ഞാൽ, കട്ടായി കഴിയുമ്പോൾ, റെഡ് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ട്രാം വരും. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന 10 മിനിറ്റ് ട്രാമിന്റെ ഉള്ളിലായിരുന്നു. അത് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആദ്യ ദിവസം വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. നമ്മൾ ട്രാം ലൈനിലാണ് ഇപ്പൊ നമ്മൾ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു റെയിൽവേ ട്രാക്കിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന അവസ്ഥ എന്തായിരിക്കും, ആ അവസ്ഥയാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാണാം, ഇത് കാണിച്ചേ, റോഡിൽ കാണിച്ചേ. ഇതുണ്ടോ, ട്രാമാണ്, ട്രാമിന്റെ ലൈനാ. ആ ഇതിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അടുത്തൊരു ട്രാം സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ട്രാം സ്റ്റേഷനിലേക്ക് പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. കംപ്ലീറ്റ്ലി ആ ട്രാക്ക് കംപ്ലീറ്റ് ട്രാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നല്ല ട്രാം. ഇപ്പൊ നമ്മള് ഇത് തൊട്ടടുത്തുള്ള ട്രാമിൽ ഇപ്പൊ നമ്മുടെ സിഗ്നലായിട്ടുണ്ട്. നമ്മുടെ സിഗ്നലായി. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് കിടക്കും. ഈ റൈറ്റിലേക്ക് പോകുന്നത് കംപ്ലീറ്റ്ലി ട്രാം ലൈനാണ്. ഇത് കണ്ടോ, ഈ വഴിയിൽ കൂടിയാ ട്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്രാമിന് മാത്രം പോകാൻ പറ്റുന്ന വഴിയാണ്. ഞങ്ങൾ ഓഫ് ചെയ്യുന്നില്ല, കാരണം ട്രാം ഏത് സമയത്തും വരാം. ഏത് സമയത്തോ ട്രാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ യാത്ര നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പം കട്ട് ചെയ്ത് ചാനൽ മാറ്റിയേക്കേ ചെയ്തേക്കില്ല കേട്ടോ. കഷ്ടപ്പെട്ട് ഇത് കറക്റ്റ് റെയിൽവേ ട്രാക്കാ. നമ്മൾ ആ ട്രാക്കിൽ ലൈനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എപ്പോ ട്രാം വരുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ പേടിക്കത്തില്ലേ? ഇത് കണ്ടോ, കാറാ വരുന്നത്. ട്രാമിന്റെ ലൈനിൽ കൂടെ പോകുന്നത്. ട്രാമിന്റെ ലൈൻ പുറകെ കൂടെ ട്രാം വരുമോ, ഫ്രണ്ടിൽ കൂടെ ട്രാം വരുമോ, ഐഡിയ ഇല്ല.
ചതിയാ, നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം. മാക്സിമം സ്പീഡ് 20 ഇവിടെ. Please വളരെ turn left in half a അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, mile. നമുക്ക് Turn right. ഇത് കണ്ടോ, ഇത് പോകുന്ന എവിടെ കിടക്കുന്നത് കണ്ടോ, ട്രെയിനിന്റെ ട്രാം ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്കിന്റെ അകത്ത് ഒരു ഇടി. ഇനി ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ വന്നു ഷൂ ട്രെയിൻ വരില്ല എന്നുള്ളൊരു ധാരണയിലാണല്ലോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കായിപ്പോ കർത്താവേ കാത്തോണേ. 20 ആട്ടോ. അവിടുന്ന് എന്തോ കാണുന്നുണ്ടേ. ട്രാം വരും, ഉറപ്പായിട്ടും വരും. വരുവോ? ഇത് പന്തി കൂടെ പോകുമ്പോ ആന വരും എന്ന് പറഞ്ഞവരാണല്ലോ. ഉറപ്പായിട്ടും ട്രാം വരുമല്ലോ. അയ്യോ, ഇത് കണ്ട, ഞാൻ ലാസ്റ്റ് ടൈം ഇതിലെ പോയപ്പോ ആ സൈഡിൽ കൂടെ ഒക്കെ ട്രാം വന്നോണ്ടിരിക്കായിരുന്നു. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങോട്ട് പോകണ്ടെന്ന്. എന്നിട്ടാ ആക്ച്വലി ഇതിപ്പോ നമ്മുടെ ലൈനാ. അല്ല, ട്രാം വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? നമ്മുടെ ലൈനിൽ ഇപ്പൊ നമുക്ക് സിഗ്നൽ ഉണ്ടല്ലോ. ഉണ്ട്. ആ, ഈ സിഗ്നൽ കട്ടാവുമ്പോ മാത്രമേ ട്രാം വരത്തുള്ളൂ. അതെയോ? എന്താ ടക്ക് 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 എന്ന സൗണ്ട് ചെയ്യുന്നേ? നമുക്ക് ട്രാക്കിൽ കൂടെ അല്ലേ. അല്ല, അതുകൊണ്ട് എന്റെ ചങ്കിന്റെ അകത്തുള്ള ഒരു ഇടിയാണ് തോന്നുന്നത്. ആണോ? ഈ 20 എന്നുള്ള 10 ഇവിടെ കുറച്ച് സ്പീഡ് കുറച്ച് പോയ പോലെ. ഇവിടെ അല്ല, പേടിച്ചിട്ട് പറയുന്നതാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് റെഡായി. നമുക്ക് റെഡായി നമ്മുടെ സിഗ്നൽ ഇപ്പൊ ഇതാക്കി. അപ്പൊ നമ്മള് വീണ്ടും ട്രാമിലേക്ക് പോകണം. ട്രാമിന്റെ ട്രാക്കിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തുമാണോ ട്രാം പ്രതീക്ഷിക്കാം. അതെ, ഏത് സമയത്തും. Please turn right into the next street in 300 yards onto Lister Avenue, then turn right. ഇതുണ്ടോ, റെയിൽവേ ട്രാക്കിനോട് ഉള്ളിലൂടെ വരുന്നുണ്ട് ഒരു കാർ വരുന്നുണ്ട്. കാറാ വരുന്നത്. അപ്പൊ ഇപ്പൊ കാറിന്റെ ടൈം ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. Now turn right. പുറത്തൊന്നുമില്ല. അത് ട്രാം അതല്ല, അതൊരു ബസ് പോയതാണ്. Now turn right. ട്രാം ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരും അല്ലേ? Route ഒരു ധൈര്യമുണ്ട്. recalculation. നേരത്തെ ഒട്ടും ധൈര്യമില്ല, ധൈര്യം ചോർന്നായിരുന്നു. അത് ഇച്ചിരി വെള്ളം പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോ. ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത്. തോമസ് കുട്ടി വിട്ടോടാ. എന്താ അല്ലേ? COP കോപ്പ്. അത് ഇവിടുത്തെ ഒരു റീറ്റെയിൽ ഷോപ്പാണ്. പറഞ്ഞ യസ്ത പോലത്തെ കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. കോപ്പ് തന്നെ അല്ലേ? കോപ്പ് തന്നെ പറയുന്നത്. COP കോപ്പ്. Please turn right in 300 yards onto A6102, then keep to the right. റെയിൽവേ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, റെയിൽവേ ട്രാക്കിൽ കൂടെ. പുറയിലാരെ പോകണ്ടിരിക്കുന്നില്ല. അതന്നെ സിഗ്നൽ. പിന്നെ ഉച്ചവരെ വൈകുന്നേരം വരെ തന്നെ ആയിരിക്കും പരിപാടി. ഇപ്രാവശ്യം ട്രാം കണ്ടു. ഇപ്പൊ ട്രാം കാണാനൊരു ആകാംക്ഷയാണ്. ഇനി Now turn right. അയ്യോ, അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യാല്ലേ? സ്റ്റോപ്പ് ചെയ്യണം. ട്രാം വരുന്നുണ്ട്. ഓപ്പോസിറ്റ് നമുക്ക് ട്രാം വരുന്നുണ്ട്. നമ്മുടെ ട്രാക്കിലല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കണ്ടോ, Now turn right. മെല്ലെ പോണേ. ഇതാണ് ട്രാം. കണ്ടോ, Route recalculation. ട്രാം അവിടെ നിർത്തി ചെറിയ ആൾക്കാരെ സ്റ്റോപ്പ്. അതിന്റെ തൊട്ട് പുറകിൽ കാർ നിൽക്കുന്നുണ്ടോ. ട്രാമിന്റെ തൊട്ട് പുറകിൽ കാറ്, ലോറി. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ ട്രാം. നമ്മൾ പറഞ്ഞ നടൻ. അതാണ്. ഓക്കെ, നമുക്ക് അടുത്ത് വേറെ സെക്ഷനിൽ ട്രാം ഉണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങൾ അതിലൂടെ പോകണം. കംപ്ലീറ്റ്ലി ട്രാമിന്റെ ട്രാക്കാണ്. അപ്പൊ ഏത് സമയത്തോ ട്രാം ഏത് സൈഡിലാണെങ്കിലും വരും. നമ്മളിപ്പോ വന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാം തൊട്ട് നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിലോ ഫ്രണ്ടിലോ ഒക്കെ ട്രാം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ നമ്മൾ പോകുന്നു. പക്ഷെ ഇനിയുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് ട്രാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മൊത്തം ട്രാമിനെ തപ്പിയാണ്. അതെ, ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ട്രാമിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ്. അഡ്വഞ്ചറസ് ഡ്രൈവ് ആണ്. A trip with tram, അല്ലേ? A trip with tram. അതാണ് ട്രാം. അതാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ കൂടെ പോയി. പ്രതീക്ഷിക്കാതെ ഒരു ട്രാം. നമ്മളിപ്പോ സൈഡ് കൊടുത്തില്ലേ? Now turn half right. പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്നതിനാണ് പഞ്ചിങ്.
നമ്മളിത് ട്രാമിന്റെ തൊട്ട് പുറകെ ട്രാമിന്റെ അതേ ട്രാക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാം കണ്ടോ? അവിടുന്ന് ട്രാം മാറും. അവിടെ ട്രാം മാറി ആ ട്രാം സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ ടാറ്റ ട്രാമേ. ഹലോ, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ട്രാമിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മൾ കരുതുന്നു. അത് മാത്രമല്ല നമ്മളെ ട്രാം ലാസ്റ്റ് എൻഡിങ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും മനോഹരമായൊരു. അതെ, നമ്മൾ കറക്റ്റ് ആ ഒരു ട്രാവലിന് ഉടനീളം നമുക്ക് ആ ട്രാമിന്റെ ഒരു പ്രസൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഇത് ഇവിടുത്തെ റുട്ടീൻ ആയിട്ടുള്ള ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി പോകുമ്പോഴൊക്കെ നമുക്ക് റോഡിൽ ട്രാം കാണാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അതായത് ട്രാമിന്റെ ട്രാക്കിലൂടെ പോകുമ്പോൾ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഗംഭീരം മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അടുത്ത ഒരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും. അപ്പൊ നമുക്ക് UK ബഡീസിന്റെ കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു ഓൾ. ബൈ.